ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. ഇന്ന് റംസാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു 9 മണിക്ക് എത്തണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 4 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. ഞങ്ങളുടെ ഈ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ സുമതി വളവ്. എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും സുമതി വളവ് എത്തുമ്പോൾ ഒരു പേടി വരും. അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി കേട്ടോ. നമ്മൾ ഇതിനിടയിൽ ഫുഡൊക്കെ കഴിച്ചു, ചായ കുടിക്കാൻ ഇറങ്ങി. ഏകദേശം നമ്മൾ ഒരു 9:30 മണിയായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലെത്തി. ഇതാണ് നമ്മളെ റംസാൻ. യമനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ജനിച്ച ടൈമിൽ കാലിന് നീളക്കുറവുണ്ടായിരുന്നു. അതിന് മുന്നേയുള്ള സ്കാനിങ്ങിലൊന്നും അത് കണ്ടെത്തിയില്ലായിരുന്നു. അത് പ്രസവിച്ച് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴത്തേക്ക് 1 വയസ്സ് മുതൽ അവനെ ആസ്റ്ററിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ 3 സർജറി കഴിഞ്ഞു. അപ്പോൾ അവനെ കാണിക്കാനുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ എത്തിയതാണ്. ഇനി വീണ്ടും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മൾ റംസാൻ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി. വീട്ടിൽ നിന്ന് നമ്മൾ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യാമല്ലോ. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി, നമുക്ക് പോവാം, ഇനി ഡോക്ടറിനെ ഒന്നും കാണണ്ട, പോവാം, നമുക്ക് പോവാം ഇന്നാന്നുള്ള ബഹളമാണ് അവൻ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും പോലെയാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കണം. അവർക്ക് ലുലു മാളിൽ പോകണം, ബോട്ടിങ്ങിന് പോകണം, അവർക്ക് അങ്ങനെ പല പല ഡിമാൻഡ് ഓരോരുത്തരും വെക്കുന്നത്. ഇങ്ങനെ ലുലു മാളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ നടന്നില്ല. കാരണം നമ്മൾ സമയത്ത് തിരിച്ചെത്തൂല, നല്ല ലേറ്റാകും. ലുലു മാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സമയം അവരവിടെ ചിലവാക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് പാർക്കിൽ കയറണം, അവിടെ കയറണം, എവിടെ കയറണം, അങ്ങനെ പല പല കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ വന്നിട്ട് നമ്മൾ ഹൗസ് ബോട്ടിങ്ങിനല്ല ബോട്ടിങ്ങിന് പോയായിരുന്നു. ഒരു 2 അവർ അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി അടിച്ച് പൊളിച്ചു. അവർക്ക് വളരെ ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം 11 മണിയായപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക,